Come on, tell me. ഈ 3 ലോറികളിൽ ഒന്നിലെ രഹസ്യാർക്കുള്ളിൽ സ്പിരിറ്റ് ആണ്. ഏതാണ് ലോറി? Tell me. പറയാൻ. മെയിൻ റോഡ് വിട്ട് ഊടുവഴിയിലൂടെ വന്നാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ? ബോംബിന്റെ കാര്യത്തിൽ അജ്ഞാത ഫോൺ സന്ദേശം എപ്പോഴും തെറ്റാം. പക്ഷെ സ്പിരിറ്റിന്റെ കാര്യത്തിൽ ഒരിക്കലും തെറ്റാറില്ല. കാരണം അബ്കാരി കോൺട്രാക്ടേഴ്സ് പരസ്പരം വളരെ സ്നേഹത്തിലാണ്. 10 മിനിറ്റ് കൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാവുന്ന കേസാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടുപിടിച്ചാൽ ആ ലോറി ഡ്രൈവർ മയ്യത്താകും. അത് ഒഴിവാക്കണം. Tell me. കാസർഗോഡ് ഖാദർബായ്, ചന്തക്കാട് വിശ്വൻ, പരോള് വാസു, കീരിക്കാടൻ ജോസ്, ഇവരൊക്കെ ആരാണെന്ന് അറിയാമോ? അറിയാം സർ, സിനിമാ നടന്മാർ. റാസ്കൾ. കോഴിക്കോട് നഗരത്തെ കിടുകിടാവർപ്പിച്ച 4 റൗഡികൾ. ഈ റൗഡികളെ ഭയന്നാണ് ഇൻസ്പെക്ടർ ബൽറാം തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയത്. ആ ഒഴിവിലാണ് ഞാൻ വന്നത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഈ 4 റൗഡികളെയും ഞാൻ ഒതുക്കി. അന്ന് കോഴിക്കോട്ടുകാർ എനിക്ക് ടോമനെ പേരാണ് ജാക്കി ചാൻ. Constables, check the lorries one by one. തോൺസോട്ടി ഒന്ന് വന്നേ. എന്താ അളിയാ? നീ ഇതൊന്ന് വായിച്ചേ. വിഷ്ണുജി മേനോൻ USA. അതാരാ? ഈ വീടിന്റെ ഉടമസ്ഥനാ. പ്രിയപ്പെട്ട മത്തായി ചേട്ടന് കുറച്ചു കാലം കത്തയക്കാതിരുന്നതിന്റെ പരിഭവം കാണും. ആ പരിഭവം മാറ്റാൻ ഞാൻ ഉടനെ എത്തുന്നു. ഞാൻ വന്നതിന് ശേഷം മത്തായി ചേട്ടന് ഭാര്യയും കുട്ടികളെയും കാണാൻ പോകാം. എനിക്ക് വേണ്ടി വീട് എങ്ങനെ ഒരുക്കണമെന്ന് ഞാൻ മത്തായിച്ചനോട് പറയേണ്ട കാര്യമില്ലല്ലോ. പതിവ് പോലെ ഒരു കാർ നോക്കി വെക്കണം. 20-ാം തീയതി ഞാൻ അവിടെ എത്തുന്നതാണ്. ശേഷം കാഴ്ചയിൽ സ്വന്തം വിഷ്ണു. അളിയ എന്നെ പുറത്താക്കുവോ? സ്നേഹമുള്ളവനാ വിഷ്ണു. ഞാൻ പറഞ്ഞ എന്തും അനുസരിക്കും. കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. പുള്ളി കാറ് കണ്ടിട്ടില്ലേ? എന്തിനാ കാറ് നോക്കി വെക്കുന്നേ? വാങ്ങാൻ. 2 വർഷത്തിലൊരിക്കലാ വരുന്നത്. വന്നു കഴിഞ്ഞാൽ അപ്പൊ ഒരു കാറ് വാങ്ങിക്കും. പോകുമ്പോ വിൽക്കുകയും ചെയ്യും. അതാ പതിവ്. ഒറ്റയ്ക്കാണോ വരുന്നത്? പിന്നല്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ മറ്റേ സ്വഭാവം വിഷ്ണുവിന്റെ അടുത്ത് കാണിക്കരുത്. മര്യാദക്ക് നിന്നാൽ വിഷ്ണു തിരികെ പോകുന്നവരെ നിനക്ക് ഇവിടെ നിൽക്കാം. മര്യാദക്ക് നിൽക്കുന്ന സ്വപ്പം പ്രയാസമാണ്. എങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. 2-3 മാസക്കാലത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. അമേരിക്കയിലാണെങ്കിലും വിഷ്ണുവിന് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. ആണോ? എന്നാൽ അത് അളിയൻ തന്നെ ശരിയാക്കണം. ഞാനോ? അതെ. കുറെ കാലമായി ഇവിടെ ദേഹമനങ്ങാതെ നിന്ന് തിന്നുവല്ലയോ, മെഴാന്നല്ലേ ഇരിക്കുന്നത്. പിന്നെ ഈ വീടെല്ലാം തുടച്ച് വൃത്തിയാക്കിയിടണം. 20-ാം തീയതി എങ്ങനെ വരും? അത് നാളെയല്ലേ? അതെ. എയർപോർട്ടിൽ പോണല്ലോ. പോണം. ഞാൻ കൂടി വരാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അളിയെ വിളിക്കാതെ തന്നെ ഞാൻ വരും. തൽക്കാലം ഞാൻ ഒന്ന് ഷേവ് ചെയ്യട്ടെ. പോ. ഒരു പെങ്ങളെ കെട്ടിച്ചു കൊടുത്തുണ്ടല്ലോ വേന. Your attention please. Indian Airlines flight number IC737 from Bombay will be arriving shortly. Passengers bound to Bangalore are kindly requested to proceed for the security check. Thank you. നീ ആ കാസർഗോഡ് ഖാദർബായുടെ ആളല്ലേ? അയ്യോ അല്ല. പിന്നെ ഞാൻ കാഞ്ഞങ്ങാട് കരിമ്പായിയുടെ ആളാ. ഓഹോ, അങ്ങനെയും ഉണ്ടോ അധോലോക നായകൻ? കോൺസ്റ്റബിൾ, നോട്ട് ദാറ്റ് നെയിം. നിനക്ക് ഡോളർ ബിസിനസ് ഉണ്ടല്ലേ? എന്റെ കർത്താവേ, ഇല്ലേ ഇല്ല. പിന്നെ നീ ഇപ്പോൾ ഇവിടെ? അമേരിക്ക. മൈ ഗോഡ്, അമേരിക്ക. പറയൂ. വിഷ്ണു വരുന്നു. വിഷ്ണു? അത് നിന്റെ ആരാ? എന്റെ ആരുമല്ല, അദ്ദേഹത്തിന്റെ കാര്യസ്ഥന്റെ അളിയനാണ് ഞാൻ. അദ്ദേഹം വരുന്നോണ്ട് സ്വീകരിക്കാൻ വന്നതാ. സത്യമാണോ നീ പറയുന്നത്? സത്യം. സത്യം? സത്യം. ഏതായാലും അടുത്ത കുറച്ച് ദിവസം നീ എന്റെ നിരീക്ഷണത്തിലായിരിക്കും. Come on. എന്താ പോലീസ് വന്നേ? അയാൾക്ക് വട്ടാണെന്ന് തോന്നുന്നു. അയാള് ചോദിച്ചു ഖാദർബായിയുടെ ആളാണോ. ഞാൻ പറഞ്ഞു കരിമ്പായിയുടെ ആളാണ്. അയാളത് ഡയറി നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ ചോദിച്ചാൽ എനിക്ക് ഡോളർ ബിസിനസ് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞില്ല എന്ന്. ഓ, അതാണ് കാര്യം. ഈ ചുറ്റുവട്ടത്തിൽ അപ്പൊ ഡോളർ ബിസിനസ്സുകാരുണ്ട്. അവരെ വിരട്ട ഇറങ്ങിയായിരിക്കും. വാ, അങ്ങോട്ട് നീങ്ങാം. ശ്രദ്ധിച്ചു നോക്കി. ട്രെയിനിലെങ്ങാനും വരുമോ? അല്ലെ അതോ വെളുത്ത ആളാണോ?
മെല്ലെ. അളിയൻ വിടത്തില്ല, അളിയൻ കറുത്തായിരിക്കും. മത്തായി ചേട്ടോ. വിഷ്ണു കുഞ്ഞേ. ചേട്ടൻ കുറച്ച് ചെറുപ്പമല്ലോ, കുഞ്ഞു കുറച്ച് തടിച്ചു. കുറച്ച് വെളുക്കുകയും ചെയ്തു. ഓ അത് പറയാം, നീ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ദേ ഇപ്പൊ കണ്ടു. ഇതെന്റെ ഭാര്യയുടെ സഹോദരൻ തോമസ് കുട്ടി. ഒരു സഹായത്തിന്. കാർ അവിടെ ഉണ്ട്. അപ്പൊ ലഗേജ് ഒക്കെ ഇത്ര തന്നെ. അമേരിക്കയിൽ നിന്ന് വന്നിട്ടോ? പെട്ടെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പ് അല്ലേ, അതുകൊണ്ടാ. ഓരോരുത്തർ അമ്പലപ്പുഴ പോയിട്ട് വന്നിട്ട് പാൽ പായസം ഉൾപ്പെടെ ഇതിന്റെ ഇരട്ടി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടു. പിന്നെ ഹലോ മിസ്റ്റർ വിഷ്ണു. ഹായ് സ്റ്റീഫൻ. അപ്പോ പിന്നെ കാണാം. തിരക്കൊഴിഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്യാം. ഓക്കെ, ഓക്കെ. സീ യു. See you. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ബൈ. Bye. അതാരാ വിഷ്ണു? സ്റ്റീഫൻ ഡിസൂസ. ഫ്ലൈറ്റിൽ വെച്ച് പരിചയപ്പെട്ടതാ. ബോംബെന്ന് കയറിയതാ. ബിസിനസ്സുകാരനാ. എന്റെ തൊട്ടടുത്ത സീറ്റിലായിരുന്നു. പോവാം. സ്റ്റീഫൻ ഡിസൂസ, നല്ല പേരല്ലേ? വണ്ടി വിട്. ഓ, മത്തായി ചേട്ടൻ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് വിശേഷം? അല്ല, ഇത്തവണ അമ്മ എന്താ പറഞ്ഞു വിട്ടിരിക്കുന്നേ? തലയിൽ എണ്ണ തേക്കണം, സമയത്തിന് ഭക്ഷണം കഴിക്കണം. പുതുതായിട്ടൊന്നുമില്ലല്ലോ. അച്ഛൻ എന്നോടൊന്നും പറയില്ല. ദേഷ്യ. മേനോന്റെ ധാരണ ഈ വീട് വിൽക്കാത്തതിന്റെ കാരണം ഞാനാണെന്നാ. വിഷ്ണുവിന് സത്യം അറിയാലോ. അമ്മയ്ക്ക് ഈ വീടിനോട് എന്തോ ഒരു അടുപ്പം. ഈ വീട് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഞാനും എന്റെ അളിയനും ഒക്കെ ജീവിച്ചു പോണു. അല്ല, തോമസ് കുട്ടിയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പറയാം. ഒറ്റ തടിയാ. ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറാ. ഓവർ സ്പീഡിന് സസ്പെൻഷനിലാണ്, ഉടനെ കയറും. അളിയൻ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ, സഹായത്തിന് ഞാനിങ്ങി പോന്നു. ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്ന ഞാനാ. തോട്ടം നനയ്ക്കല്, തറ തുടയ്ക്കല്, പാചകം. ഞാൻ ഇവനോട് പറഞ്ഞതാ, ത്രേസ്യാമ്മക്കും മക്കൾക്കും കൂട്ടായി അങ്ങ് വീട്ടിൽ നിന്നോളാൻ. ചുമ്മാതാ. സംഗതി പെങ്ങടെ വീടാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്ത് ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ എന്റെ അളിയൻ അങ്ങനല്ല, ചുമ്മാ തിന്നും. അതെന്തുവാ ഇതെന്താ, പണക്കിഴിയാണോ? പടക്കിഴിയൊന്നുമല്ല, റോയൽ സല്യൂട്ട് വിസ്കി. തോമസ് കുട്ടി, ഓ, എടുത്ത് കഴിച്ചോ. ഓ, കഴിച്ചോളാം. ആ പിന്നെ മത്തായി ചേട്ടാ, ഞാൻ ഒരു കാറിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്താ? റെഡി. നാളെ രാവിലെ കാറ് മുറ്റത്തുണ്ടാവും. ആ, ഞാൻ കുടിച്ചിട്ട് വരാം. ഓ, ഇത് കണ്ടോ, ഇവിടെങ്ങും കണി കാണാൻ കിട്ടാത്ത പുള്ളിയാ. റോയൽ സല്യൂട്ട്. റോയൽ ഫാമിലിക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ മാത്രം കഴിക്കുന്നു. ഉം.